സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിദ്യ പറയുന്നത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ കൃഷ്ണ. വിദ്യ പോയി കഴിഞ്ഞാൽ നീ വിദ്യ പറയുന്നത് നോട്ട് ചെയ്തോ? മാനസ കൺമണിയുടെ വീട്ടിൽ പോയിരുന്നു എന്ന്. അതാ മാനസ പറഞ്ഞ ഈ ഡിസൈനിന്റെ പേരിലും കൺമണിയുടെ പേര് ഉണ്ടായിരിക്കാമെന്ന് വിദ്യക്ക് തോന്നിയിരിക്കുന്നു എന്ന് കൃഷ്ണയോട് പറയുന്നുണ്ട്. ആ സമയം മാനസ അങ്ങോട്ട് വരുന്നുണ്ട്. സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയം മാനസ കൺമണിയുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഡിസൈൻ സബ്മിറ്റ് ചെയ്യണ ദിവസമായതുകൊണ്ട് ഞാൻ ഗണപതി അമ്പലത്തിൽ പോയിരുന്നു. അവിടെ വെച്ച് അവളുടെ അച്ഛന്റെ രോഗവിവരം അറിഞ്ഞു. നമ്മുടെ സ്റ്റാഫിന്റെ അച്ഛനല്ലേ, അതുകൊണ്ട് പോയി എന്ന് പറയുന്നുണ്ട് മാനസ. ഞാൻ എല്ലാവർക്കും ഈ സീറ്റ്സ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ മാനസ അങ്ങ് നീങ്ങിയപ്പോൾ അവൾക്ക് വെറും ബുദ്ധിയല്ല, അതിബുദ്ധിയാ. അവളല്ല ഡിസൈൻ ചെയ്തതെന്ന് നമുക്ക് സംശയം തോന്നാതിരിക്കാനും കൺമണിയാണോ ഡിസൈൻ ചെയ്തതെന്നുള്ളൊരു സംശയം നമ്മൾക്ക് വരുമെന്ന് അവൾക്ക് തോന്നിയിരിക്കണം. മാത്രമല്ല അമ്മായിമ്മ പറഞ്ഞ് നമ്മൾ അറിഞ്ഞോ മാനസ കൺമണിയുടെ വീട്ടിൽ പോയ കാര്യം എന്നും അവൾക്കൊരു സംശയം വന്നു. അതുകൊണ്ടാണ് കൺമണിയുടെ വീട്ടിൽ പോയ കാര്യം അങ്ങോട്ട് ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് അറിയിച്ചത്. ഈ ഡിസൈനിന്റെ പിറകിലും കൺമണിയുടെ കൈയുണ്ട്, അതുറപ്പാ. ഞാൻ വീട്ടിൽ ചെല്ലട്ടെ, കൺമണിയുടെ അലകിയിലെ ജോലി ഞാൻ ഇന്ന് തന്നെ അവസാനിപ്പിക്കും. കൃഷ് ആരാന്ന് അവൾക്ക് ശരിക്കറിയില്ല എന്നൊക്കെ കൃഷ് പറയുന്നുണ്ട്. എന്നിട്ട് അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കൃഷ്ണ പ്രഭയിലെത്തുന്ന ജയമോഹനും ഭാര്യയും ജോലി ചെയ്യുന്ന കൺമണിയെ കാണുന്നുണ്ട്. നീ എന്താ ഇവിടെയെന്ന് ജയമോഹൻ ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെയാ സാർ ജോലി ചെയ്യുന്നതെന്ന് കൺമണി പറയുന്നുണ്ട്. ഇവിടെ സ്റ്റിച്ചിങ് യൂണിറ്റിലാ ജോലി എന്നും പറയുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് സുജ വരുമ്പോൾ ഇവളെ ആരാ ഇവിടെ ജോലിക്ക് വെച്ചതെന്ന് ജയമോഹൻ ചോദിക്കുന്നുണ്ട്. ഇവളും ദേവ്ജിയും കൂടിയല്ലേ അന്നത്തെ ഫംഗ്ഷൻ കുറച്ചുനേരം അലങ്കോലപ്പെടുത്തിയത്, പറഞ്ഞു വിട്ടേക്കുന്ന ജയമോഹൻ പറയുന്നുണ്ട്. ഇവളാള് ശരിയല്ല എന്നും പറയുന്നുണ്ട്. എന്നെ നിയമിച്ചവർക്ക് എന്നെ പിരിച്ചുവിടാൻ അധികാരമുണ്ട്. അവർ പിരിച്ചുവിട്ടാൽ ഞാൻ പോയിക്കോളാം എന്ന് കൺമണി സ്ട്രോങ് ആയി പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ചെയ്തിട്ടിത്തകുന്നത് പോലെ ഇവൾ അവൾ എന്നൊന്നും വിളിക്കരുതെന്നും പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അവൾ പോകുമ്പോൾ ഇവർ ഈ വീട്ടിലെ പ്രധാനപ്പെട്ട ആൾക്കാരാ, നീ എന്തിനാ അവരോട് തർക്കുത്തരം പറയുന്നെന്ന് സുജി ചോദിക്കുന്നുണ്ട്. അത് തർക്കുത്തരം അല്ല മാഡം, എൻ്റെ വ്യക്തിത്വമാണെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങ് പോകുന്നുണ്ട്. പിന്നീട് അടുക്കളയിൽ ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സുജിക്ക് തലചുറ്റൽ അനുഭവപ്പെടുന്നുണ്ട്. തലചുറ്റൽ അനുഭവപ്പെട്ടതുകൊണ്ട് അവിടെ ഇരുന്നപ്പോൾ സാരിയുടെ തലപ്പ് ഗ്യാസ് സ്റ്റൗവിന്റെ മുകളിലായിരുന്നത് സുധ ശ്രദ്ധിക്കുന്നില്ല. കത്തിക്കൊണ്ടിരുന്ന അടുപ്പിൽ നിന്ന് തീ പടർന്ന് അതിൽ പിടിക്കുന്നുണ്ട്. ക്ഷീണം കൊണ്ട് ബോധം പോയ സുജ അതൊന്നും അറിയുന്നില്ല. ഈ സമയം കൺമണി വെള്ളമെടുക്കാൻ അടുക്കളയിലേക്ക് വരുമ്പോൾ ഇത് കാണുന്നുണ്ട്. കൺമണി വേഗം ഒരു ടർക്കി അതിന്മേലിട്ട് തീ കെടുത്തുന്നുണ്ട്. അതിന്മേലെ വെള്ളവും ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ബോധം കെട്ട് കിടക്കുന്ന സുജയെ കുലുക്കി വിളിക്കുന്നുണ്ട്, മേഡം മേഡം എന്ന് വിളിച്ചിട്ട്. അവ്യക്തമായ സ്വരത്തിൽ ഷുഗർ എന്ന് പറയുന്നുണ്ട് സുജ. വേഗം ഷുഗർ എടുത്ത് കൊടുക്കുന്നുണ്ട് കൺമണി. കണ്ണുകർന്ന സുജ കൺമണിയെ കാണുന്നുണ്ട്. പിന്നീട് സുജയെ ബെഡ്റൂമിലേക്ക് മാറ്റുന്നുണ്ട്. ജയമോഹൻ ഷുഗർ ലോ ആയതാണെന്നും പഞ്ചസാര കൊടുത്ത് നന്നായി എന്നൊക്കെ പറയുന്നുണ്ട്. കിടക്കുന്നതിനിടയിൽ കൺമണിയെ നോക്കി സുജി പുഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം കൃഷി ഓടി വന്ന് അമ്മയ്ക്ക് എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കൺമണി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നതെന്ന് സുജ പറയുന്നുണ്ട്. എന്നിട്ട് കൺമണി വാന്ന് പറഞ്ഞ ബെഡിനടിയിലേക്ക് വിളിക്കുന്നുണ്ട്. കൺമണിയെ ബെഡിലേക്ക് വിളിച്ചിരുത്തിയിട്ട് താങ്ക് യു എന്ന് പറയുന്നുണ്ട്. കൺമണിയുടെ കൈ പിടിക്കാൻ നോക്കുമ്പോൾ യോ എന്ന് പറഞ്ഞ കൈ വലിക്കുന്നുണ്ട് കൺമണി. സുജ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കൈ ചെറുതായെന്ന് പൊള്ളി എന്ന് പറയുന്നുണ്ട് കൺമണി. സുജ നോക്കുമ്പോൾ ഇത് നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടല്ലോ, ഞാൻ ഓയിൻമെന്റ് ഇട്ട് തരാം എന്ന് പറയുന്നുണ്ട്. അത് കുഴപ്പമില്ല എന്ന് കൺമണി പറയുമ്പോൾ കുഴപ്പമില്ലെന്നോ, എൻ്റെ ജീവൻ രക്ഷിച്ച ആളാ കൺമണി, നീ ആ സമയത്ത് അടുക്കളയിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ മോളിങ് വന്നേന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് ജ്യോത്സ്യം വന്ന് കവടി നിരത്തുന്നുണ്ട്. മാനസ വന്ന് കൃഷ്ണന്റെ അടുത്തിരിക്കുന്നുണ്ട്. നിന്റെയും കൃഷ്ണന്റെയും ജാതകം നോക്കുക, വിവാഹ തീയതിയും കുറിക്കുന്നുണ്ടെന്ന് ജയമോഹൻ മാനസയോട് പറയുന്നുണ്ട്. ജാതകം നോക്കി മാനസയുടെ സ്വഭാവം വായിച്ചു നോക്കി പറയുന്നുണ്ട് ജ്യോത്സ്യൻ. അത് വലിയ പ്രശംസയായിട്ട് എടുത്ത എൻ്റെ മകളിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഗുണം അതാണെന്നൊക്കെ ജയമോഹൻ തട്ടിവിടുന്നുണ്ട്. ശരി തെറ്റുകളേക്കാൾ വിജയമാണ് മനസ്സിൽ നിന്നൊക്കെ ജ്യോത്സ്യം പറയുന്നുണ്ട്. രണ്ടുപേരുടെയും ജാതകങ്ങൾ പരിശോധിച്ചാൽ ഒരുപാട് പൊരുത്തങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഈ മംഗള ദിവസത്തിൽ മാതാവിന്റെ വസ്ത്രത്തിന് തീ പിടിക്കുക, മാതാവ് ബോധശൂന്യായി വീഴുക, ഈ ലക്ഷണം അത്ര ശുഭകരമല്ലെന്നും ഒക്കെ ജ്യോത്സ്യം പറയുന്നുണ്ട്. പക്ഷെ ആ ദോഷങ്ങളെ അകറ്റുന്ന വിധത്തിൽ ഒരു നന്മയുടെ സാന്നിധ്യം ഈ ഗൃഹത്തിൽ കാണുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ആ സമയം കൺമണി അങ്ങോട്ട് വരുന്നുണ്ട്. ഈ വീട്ടിലെ തിന്മയെ അകറ്റുന്ന വിധത്തിൽ ഒരു ചൈതന്യം ഈ വീട്ടിൽ കാണുന്നുണ്ട്. ആ തീപിടുത്തം ഗുരുതരമാകാത്തതിന് കാരണം ആ ഐശ്വര്യത്തിന്റെ പ്രഭയാകാന്ന് പറയുന്നുണ്ട്. ആ സമയം സുജ കൺമണിയെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് തീയതി തീരുമാനിക്കാമെന്ന് ജയമോഹൻ പറഞ്ഞപ്പോൾ ജനുവരി 26-ാം തീയതി ഉത്തമെന്ന് ജ്യോത്സ്യം പറയുന്നുണ്ട്. പിന്നീട് വരുണിന്റെ അച്ഛനും അമ്മയും വരികയുന്നുണ്ട് കൺമണിയുടെ വീട്ടിലേക്ക്. ഇവരെ കണ്ട ധനലക്ഷ്മിക്ക് ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ. ശ്രീനി വേഗം ഇവരെ അകത്തേക്ക് വിളിച്ച് കയറ്റിയിരുത്തുന്നുണ്ട്. വരുണിന്റെ അച്ഛൻ നമുക്ക് ഈ ആലോചനയായി മുന്നോട്ട് പോയാലോ, അതിനാണ് ഞങ്ങൾ ഇപ്പോൾ വന്നതെന്ന് പറയുന്നുണ്ട്. വരുണിനെ കൺമണിയെ അല്ലാതെ മറ്റാരെയും വേണ്ടാന്നാ പറയുന്നത്. ഞങ്ങൾക്ക് മോളെ നല്ലപോലെ ഇഷ്ടമായി, കഴിഞ്ഞതൊക്കെ മറക്കണം, നല്ലൊരു മുഹൂർത്തം നോക്കി ഇതങ്ങ് നടത്താമെന്ന് വരുണിന്റെ അച്ഛൻ പറയുമ്പോൾ ഇനി ഇത് നടക്കില്ല സാറേ എന്ന് ശ്രീനി പറയുന്നുണ്ട്. കൺമണി ഇനി ഈ വിവാഹത്തിന് മാനസികമായി തയ്യാറാവില്ല. അതേതേ എന്ന് അങ്ങോട്ട് വന്ന ധനലക്ഷ്മിയും പറയുന്നുണ്ട്. ചെറുക്കനും കൂട്ടരും ദേഷ്യപ്പെട്ടു പോകുക എന്ന് വെച്ചാൽ ഏതൊരു പെണ്ണും തകർന്നു പോകില്ലേ. കൺമണി അന്ന് ശബ്ദം ചെയ്തത് പറഞ്ഞതാ ഇനി കല്യാണമേ ഇല്ലാന്ന്, ഇനി ഇത് മറക്കണം എന്ന് പറയുന്നുണ്ട് ശ്രീനി.
അയ്യോ അങ്ങനെ പറയില്ലേ, ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളുടെ മരുമകൾക്കിടാനുള്ള 101 പവന്റെ സ്വർണ്ണാഭരണം ഞങ്ങൾ ഇന്ന് ലോക്കറിൽ നിന്ന് എടുക്കുകയും ചെയ്തു എന്ന് വരുണിന്റെ അമ്മ പറഞ്ഞപ്പോൾ കണ്ണു തള്ളി പോകുന്നുണ്ട് ധനലക്ഷ്മിയുടെ. വരുണിന് ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവളുടെ വിവാഹത്തിന് വേണ്ടി കരുതി വെച്ചിരുന്നതാ ഈ സ്വർണം. പക്ഷെ വിവാഹത്തിന് മുമ്പ് ഒരു ആക്സിഡന്റിൽ അവളങ്ങ് പോയി. ഞങ്ങൾ അപ്പോൾ തീരുമാനിച്ചത് വരുന്ന മരുമകൾക്ക് ഇത് കൊടുക്കണമെന്ന്. നിങ്ങൾ ഒരു തരി പൊന്നു പോലും കരുതണ്ട. വിവാഹത്തിന്റെ അന്ന് സ്വർണം ഇവിടെ കൊണ്ടു തരാമെന്ന് വരുണിന്റെ അച്ഛൻ പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ടും അത്ഭുതം കൊണ്ടും വാ പൊളിക്കുന്നുണ്ട് ധനലക്ഷ്മി. പക്ഷെ സ്വർണവും പണവും ഒന്നും കൺമണിയും മോഹിപ്പിക്കില്ല സാറിന് ശ്രീനി പറയുന്നുണ്ട്. പെട്ടെന്ന് അച്ഛാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് സ്വർണവും പണവും ഒക്കെ നമുക്കൊന്ന് വിടാം, പക്ഷെ കൺമണിയെ അത്രയ്ക്ക് ആഗ്രഹിച്ച ഇവരിവിടെ വന്നേക്കുന്നേ. ഇവരുടെ മനസ്സ് വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കൺമണിയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാമെന്ന് ധനലക്ഷ്മി പറയുന്നുണ്ട്. ഞാൻ വാക്ക് തരിക, കൺമണിയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും. ഞാൻ പറഞ്ഞ അവളത് അനുസരിക്കും എന്ന് പറഞ്ഞപ്പോൾ ധനലക്ഷ്മിയുടെ കൈ പിടിച്ച അപ്പോൾ ഈ കല്യാണം നടക്കുമെന്ന് ഉറപ്പിക്കാമില്ലേ എന്ന് പറയുന്നുണ്ട് വരുണിന്റെ അമ്മ വന്നിട്ട്. വരുൺ ആകെ വിഷമിച്ചിരിക്കുക. ഊണും ഉറക്കവും ഒന്നുമില്ലാന്ന് പറയുന്നുണ്ട്. സന്തോഷമായി ഉണ്ണാനും ഉറങ്ങാനും പറഞ്ഞോ ഈ വിവാഹം നടന്നിരിക്കുന്നു ധനലക്ഷ്മി പറയുന്നുണ്ട്. അങ്ങനെ അവർ പോകുമ്പോൾ എന്തിനാ ധനലക്ഷ്മി കൺമണിയെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് വാക്ക് കൊടുത്തേന്ന് ശ്രീനി ചോദിക്കുന്നുണ്ട്. അവർ പറഞ്ഞില്ലേ 101 പവന്റെ സ്വർണം, അത് കണ്ടിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ സ്വർണം വാങ്ങിച്ച് എനിക്ക് തരണം, അങ്ങനെ നമ്മൾ തമ്മിലുള്ള കടം തീർക്കണമെന്ന് ധനലക്ഷ്മി പറയുന്നുണ്ട്. പിന്നീട് വരുണിനോട് മനോജ് കാര്യങ്ങൾ ഇങ്ങനെയായ സ്ഥിതിക്ക് അവൾ ഇനി താല്പര്യം കാണിക്കില്ല ഈ വിവാഹത്തിനെന്നൊക്കെ പറയും.